ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കാറ്റിൽ ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പണം ചെലവഴിച്ചുകൊണ്ട് ആർഭാടത്തിന്റെ ഉത്തുംഗഭാവത്തിൽ കയറി നിന്ന് വിരാജിക്കുന്ന ഭരണാധികാരികൾ കടന്നു പോകുന്ന വല്ലാത്ത കാലഘട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളോടുള്ള ചോദ്യമാണ്. അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളെ പോലെ നിങ്ങൾക്കും കിട്ടിയ ഒരു തുണി കൊണ്ടാണ് ഈ ഖമീസ് അടിച്ചതെങ്കിൽ ഇത്ര നീളമുണ്ടാവൂല, ഇത്ര ഇറക്കമുണ്ടാവൂല. ഞാൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നതോടുകൂടെ മുസ്ലിം ഉമ്മത്ത് ഇതിന്റെ മുമ്പിൽ ഇതിനു മുമ്പേ നേരിട്ടിട്ടുള്ള ഒരവസ്ഥയിൽ കടന്നു വരാൻ പാടില്ല. നബി തങ്ങളുടെ വഫാത്തോടുകൂടെ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച ഒരു നാഥനില്ലാത്ത അവസ്ഥ, നേതൃത്വമില്ലാതിരുന്ന ഒരു സമയത്ത് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച ഒരു വല്ലാത്ത പ്രയാസം, അതിനി ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്റെ രോഗശയ്യയിൽ ഉറക്കമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെയാണ് ആ മനസ്സിലേക്കൊരു നാമം ഇങ്ങനെ കടന്നു വരുന്നത്. ആ നാമമാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നാമമാണ് കടന്നു വരുന്നത്. എന്നാൽ നേരിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഇസ്ലാമിന്റെ ഭരണാധികാരം നേരിട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ സിദ്ദീഖ് തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പകരം എന്തു ചെയ്തെന്നറിയുമോ? മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ, ഉമറുൽ ഫാറൂഖ് തങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ തന്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്, തന്റെ സമക്ഷത്തിലേക്ക് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനെന്നറിയുമോ? താൻ എന്താണോ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് അതുപോലെ തന്നെയാണോ ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം എന്നറിയാൻ. എങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭൗതികമായ ജീവിതം, എങ്ങനെ രഹസ്യമായ ജീവിതം, എങ്ങനെ പ്രത്യക്ഷത്തിലുള്ള ജീവിതം പോലെയാണോ പരോക്ഷമായ ജീവിതം അറിയില്ല, പരസ്യമായ ജീവിതം പോലെയാണോ രഹസ്യമായ ജീവിതം അറിയില്ല. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളുമായി ഏറ്റവും അടുത്ത ചങ്ങാതമുള്ള കൂട്ടുകാരെയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ തന്റെ അടുത്തേക്ക് വിളിപ്പിക്കാൻ. എന്തിന്? നമ്മളെ കുറിച്ച്, എന്നെ കുറിച്ച് ഞാൻ എങ്ങനത്തെ ആളാണ് എന്ന് പറയണമെങ്കിൽ എന്നോട് ബന്ധമുള്ള ആളുകൾ പറയണം. ഇപ്പൊ അരിമ്പ്രക്കാരായ നിങ്ങൾക്ക് ഞാൻ ആരാണ്, എന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, എന്റെ വ്യക്തിത്വം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഞാനുമായി ഇടപെടുന്നവർക്ക് വ്യക്തമായി അറിയാം. എന്നതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി കാണുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ സ്വഹാബികൾക്കറിയാം. പക്ഷേ രഹസ്യമായിരിക്കുന്ന ഉമറുൽ ഫാറൂഖിന്റെ സ്വഭാവം എന്താണ്? ഏകാന്തതയിലിരിക്കുമ്പോ ഉമറുൽ ഫാറൂഖിന്റെ സ്വഭാവം എങ്ങനെയാണ് റളിയല്ലാഹു അൻഹു ഇതൊന്ന് പരിശോധിക്കാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങളെ വിളിപ്പിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം രണ്ടുപേരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഒരാൾ മഹാനായ ഉസ്മാനാണ്, രണ്ടാമത്തെയാൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടുപേരെയും തന്റെ സന്നിധിയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാദാ തഖൂലാൻ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ ഭരണാധികാരിയായി ഞാൻ ഉമറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ ഖലീഫ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ഉമറുൽ ഫാറൂഖിനെ ഞാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഉമറുൽ ഫാറൂഖിന്റെ സ്വഭാവം? എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്? സ്വഭാവം എങ്ങനെയാണ്? രഹസ്യത്തിൽ അയാൾ എങ്ങനെയാണ്? ഏകാന്തനായിരിക്കുമ്പോ ഉമറുൽ ഫാറൂഖിന്റെ സ്വഭാവം എന്താണ്? ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കാണ് അത് പറയാൻ കഴിയുക. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫഇന്നൽ ഖരീന ബിൽ മുഖാറാനി യഖ്തദി. ഒരു നാട്ടിൽ ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോ ആ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കണ്ട, പകരം അവന്റെ സുഹൃത്തുക്കൾ ആരാണ് എന്ന് അന്വേഷിച്ചാൽ മതി.
നമ്മുടെ നാട്ടിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു പുതിയാപ്പിള അന്വേഷിക്കാൻ, ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മകളെ കല്യാണം അന്വേഷിച്ചു എന്ന് പറയാം. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കണ്ട, പകരം ഇവന്റെ ചങ്ങാത്തം ആരോടൊക്കെയാണ്, ആരൊക്കെയാണ് ഇവന്റെ കൂട്ടുകാർ എന്ന് ചോദിച്ചാൽ മതി. മഹാനായ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചത് ഈ തന്ത്രമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമായി അടുത്ത് പരിചയമുള്ള, ഇടപെടാറുള്ള, ഊണിലും ഉറക്കിലും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൂടെ സന്തത സഹചാരികളായ രണ്ടുപേരെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒന്ന് ഉസ്മാന, മറ്റൊന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടുപേരെ വിളിപ്പിച്ചിട്ട് ഉസ്മാൻ തങ്ങളെ മുന്നിലേക്ക് നിർത്തിയിട്ട് ചോദിക്കുന്നു, മാദാ തഖൂലു യാ ഉസ്മാൻ, ഉസ്മാനെ ഉമറുൽ ഫാറൂഖിന്റെ സ്വഭാവം ഇങ്ങനെയാണ് റളിയല്ലാഹു അൻഹുമാ, എന്താണ് ഉമറിന്റെ സ്വഭാവം ഇങ്ങനെയാണ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ രഹസ്യമായ സ്വഭാവം ഞങ്ങൾക്കറിയില്ല, പരസ്യമായ ഒരു ഉമറിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, നമുക്കിടയിലൂടെ ജീവിക്കുന്ന മാന്യനായ ഉമറിനെ അറിയാം, പക്ഷേ ഏകാന്തമായിരിക്കുമ്പോ, രഹസ്യമായിരിക്കുമ്പോ കൂട്ടുകാരായ നിങ്ങൾക്കറിയുമല്ലോ ഉമറിന്റെ സ്വഭാവം എന്താണ് എന്ന്. അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറുൻ മിൻ അലാനിയതി, എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഖലീഫ പരസ്യമായി നമ്മൾ കാണുന്ന ഉമറുണ്ടല്ലോ, ആ ഉമറിലേറെ വ്യത്യസ്തനാണ് രഹസ്യമായിരിക്കുന്ന ഉമർ. നമുക്കറിയാവുന്ന പ്രത്യക്ഷത്തിലുള്ള ഒരു ഉമറുൽ ഫാറൂഖ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തനാണ് ഏകാന്തനായിരിക്കുമ്പോ, പരോക്ഷനായിരിക്കുമ്പോ ഉമറിന്റെ സ്വഭാവം മറ്റൊരു രൂപത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവാൻ, പരസ്യമായി കാണുന്ന ഉമറേ അല്ല, രഹസ്യമായിരിക്കും എന്ന് പറഞ്ഞപ്പോ വിശദീകരണം ചോദിക്കുകയാണ്, അതെന്താണ്? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറുൻ മിൻ അലാനിയതിഹി, പരസ്യമായി അള്ളാനെ പേടിയുള്ള ആളാണ് ഉമർ എന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷേ രഹസ്യമായി അതിലേറെ പടച്ചോനെ പേടിച്ച് കരയുന്ന ഒരു മനുഷ്യനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായി ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഫിക്സ് ചെയ്യപ്പെടാൻ പ്രധാന കാരണമായ ഒരു വാക്യത ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു സർട്ടിഫിക്കറ്റ്. ഏറ്റവും അടുത്തിടപഴകുന്ന കൂട്ടുകാരൻ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അരിമ്പ്രൗസാദിന്റെ വളരെ പവിത്രമായ സദസ്സിലിരുന്നു കൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്ന ഈ വല്ലാത്ത മുഹൂർത്തത്തിൽ നമ്മൾ ഇതിനെ ആലോചിക്കണം അല്ലേ. ഏറ്റവും അടുത്ത നമ്മുടെ കൂട്ടുകാരന് നമ്മളെ കുറിച്ച് എന്ത് പറയാനുണ്ട്, നമ്മുടെ രഹസ്യങ്ങൾ, നമ്മളോട് അടുത്തിടപഴകുന്ന, നമ്മളെ അടുത്തറിയുന്ന ഒരു മനുഷ്യനാ നമ്മളറിയാ. ആരെങ്കിലുമൊക്കെ നാട്ടുകാരുടെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ നല്ല ഒരു സംസാരമുണ്ട്, നല്ല ഇടപെടലാണ്, നല്ല ആളെ ഉഷാറാണ്, അങ്ങനെയല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരാൾ നമുക്ക് വേണ്ടി സർട്ടിഫിക്കേഷൻ പറയട്ടെ, നമ്മുടെ സ്വഭാവത്തെ അവരും അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വിധി പറയട്ടെ. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് കടന്നു വരുന്നത്. വല്ലാഹി ഇന്ന സരീറതഹു ഖൈറുൻ മിൻ അലാനിയതിഹി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കാണുന്ന പോലെയല്ല. പ്രത്യക്ഷത്തിൽ നാം കാണുമ്പോൾ തന്നെ അല്ലാഹനെ പേടിയുള്ള ആളാണ് ഉമറെങ്കിൽ, രഹസ്യമായി അല്ലാഹ് എന്നാലോചിച്ച് ഏകാന്തനായിരുന്ന് കരയുന്ന ഉമറാണ്. ഏകാന്തനായിരുന്ന് അല്ലാഹ് എന്നാലോചിച്ച് കരയുന്ന ഉമറുൽ ഫാറൂഖിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി ഉമറുൽ ഫാറൂഖ് തങ്ങളെ ബൈഅത്ത് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. ഇത് ഇസ്ലാമിന്റെ നേതൃത്വത്തിന്റെ ക്വാളിറ്റിയാണ്. ഇസ്ലാമിന്റെ നേതൃത്വം നൽകുന്നവരുടെ മഹിമയാണിത്. ഇസ്ലാമിന്റെ ഭരണാധികാരിയായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വന്നതിന്റെ പ്രത്യേകത ഇതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇസ്ലാമിക യുദ്ധം കഴിഞ്ഞുകൊണ്ട്
കടന്നു വന്നു. ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് മദീനയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോഴാണ് യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തുമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞയച്ച സൈന്യം മദീനയിലേക്ക് കടന്നു വന്നു. ഗനീമത്തൊക്കെ വിതരണം നടത്തി. ഗനീമത്തിൽ ഒരുപാട് വിഹിതമുണ്ടായിരുന്നു. എല്ലാം വിതരണം കഴിഞ്ഞു. സ്വഹാബാ കിറാം എല്ലാവരും പിരിഞ്ഞുപോയി. തൊട്ടടുത്ത വെള്ളിയാഴ്ച ദിവസമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മിമ്പറിലാണ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖുത്ബ ഓതുമ്പോഴാണ് ഫഖാമ അഹദും മിനസ് സ്വഹാബ, സ്വഹാബാ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് നിൽക്കുകയാണ്. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഖലീഫ ഭരണാധികാരി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ജുമുഅയുടെ സദസ്സിൽ നിന്നതാ ഒരു സ്വഹാബി എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ഖുത്ബ ഇവിടെ നിൽക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? എന്താണ്? അവിടെന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ തയ്പ്പിച്ച ഖമീസ് ഉണ്ടല്ലോ, നിങ്ങളൊരു ഖമീസ് ധരിച്ചിട്ടുകൊണ്ടാണല്ലോ ഖുത്ബ ഓതുന്നത്. ഈ ഖമീസ് ഇന്നലെ ഞങ്ങൾക്ക് വിതരണം ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വിതരണം ചെയ്ത ഗനീമത്ത് സ്വത്ത് പോലെ അങ്ങേക്ക് കിട്ടിയ വിഹിതത്തിൽ നിന്നുള്ളതാണോ? ചോദ്യം ഇതാണ്. നിങ്ങളിപ്പോ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഖമീസ് ഞങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത പോലെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് അങ്ങേക്ക് കിട്ടിയ ശീല കൊണ്ട് അടിപ്പിച്ചതാണോ ഈ ഖമീസ്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ മറുപടി പറഞ്ഞു, അതെ അതെ, ആ ശീല കൊണ്ട് അടുപ്പിച്ചത് തന്നെയാണ് ഈ ഖമീസ്. ഉടൻ തന്നെ അടുത്ത ചോദ്യം, എന്നാൽ ഖലീഫ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളും ഇതുപോലെ ഖമീസ് അടുപ്പിച്ച് നോക്കുമ്പോ ഞങ്ങളുടെ ഖമീസിന് ഇത്ര ഇറക്കമില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്രയും നീളമുള്ള ശീല എങ്ങനെ കിട്ടിയതാണ്? നീതിപൂർണമാണോ കിസ്മത്ത് നടന്നത്? വിഹിതം വെച്ചത് നീതിപൂർണമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. സ്വഹാബികൾക്ക് പലർക്കും ആ സംശയമുണ്ട്. പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അത് അങ്ങനെ ചോദിക്കണമെന്നാണ്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ എന്നെ ചോദിക്കാൻ ധൈര്യമുള്ളവരുണ്ട്. ഞാനിത് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കാറ്റിൽ ചെലവഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമുദായത്തിന്റെ സമൂഹത്തിന്റെ പണം ചെലവഴിച്ചുകൊണ്ട് ആർഭാടത്തിന്റെ ഉത്തുംഗഭാവത്തിൽ കയറി നിന്ന് വിരാജിക്കുന്ന ഭരണാധികാരികൾ കടന്നു പോകുന്ന വല്ലാത്ത കാലഘട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളോടുള്ള ചോദ്യമാണ്, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളെ പോലെ നിങ്ങൾക്കും കിട്ടിയ ഒരു തുണി കൊണ്ടാണ് ഈ ഖമീസ് അടിച്ചതെങ്കിൽ ഇത്ര നീളമുണ്ടാവൂല, ഇത്ര ഇറക്കമുണ്ടാവൂല, ഇത്ര നീളം വരൂല. അതുകൊണ്ട് ഞങ്ങളോട് മറുപടി പറയണം, എങ്ങനെയാണ് ഇത്ര ഇറക്കമുള്ള ഖമീസ് ഉണ്ടായത്? ചോദ്യം വന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ തകർന്നു പോയില്ല, തളർന്നു പോയില്ല. ഉത്തരത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടി വന്നില്ല, മുട്ടുമടക്കി നിൽക്കേണ്ടി വന്നില്ല. ഒരു നിമിഷം പോലും സ്തബ്ധനായില്ല. അവിടന്ന് മറഞ്ഞു. അവിടന്ന് എണീറ്റു നിന്നുകൊണ്ട് പറഞ്ഞു, ഐന അബ്ദുല്ലാ, ഐന ബനി അബ്ദുല്ലാ, എന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എവിടെ? എണീറ്റു നിൽക്കണം. സ്വഹാബാ കിറാമിന്റെ ഇടയിൽ നിന്ന് ഐന ബനി അബ്ദുല്ലാ, എന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എവിടെ? എണീറ്റു നിൽക്കട്ടെ. അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളങ്ങ് എണീറ്റു നിന്നു. അബ്ദുല്ലാ, മോനെ, നിനക്ക് കിട്ടിയ ഖമീസിന്റെ ശീല നീ ആർക്കാണ് കൊടുത്തത്? അത് ഞാൻ ഉപ്പച്ചിക്ക് തന്നതല്ലേ. പ്രശ്നം തീർന്നു. ഉമറുൽ ഫാറൂഖ്, നിങ്ങളുടെ ഒരാളുടെയും ഗനീമത്ത് അധികം എടുക്കുകയില്ല. എന്റെ മകന്റെ വിഹിതം ഞാനങ്ങ് വാങ്ങിയതാണ്. അങ്ങനെയാണ് ഈ ഖമീസ് അടിച്ചിട്ടതെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വല്ലാഹി ഇന്ന സരീറതഹു ഖൈറും മിൻ അലാനിയതിഹി. സിദ്ദീഖ് തങ്ങളോട് മഹാനായ ഉസ്മാൻ തങ്ങൾ കൊടുത്ത ഉറപ്പതാണ്.